നമസ്കാരം. 25 GB ബംഗ്ലാവ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നുന്നില്ലേ? പേരിൽ മാത്രമല്ല, അടിമുടി പന്തികേടുള്ള ഒരു ബംഗ്ലാവാണ് ബോണക്കാട്ടെ 25 GB ബംഗ്ലാവ്. മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരള എന്ന് ഗൂഗിളിൽ വെറുതെ ഒന്ന് പരതി നോക്കിയാൽ മതി. ആദ്യം ലഭിക്കുന്ന റിസൾട്ടും ഇത് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലെ മനോഹര ഗ്രാമമാണ് ബോണക്കാട്. കാടുകയറി കിടക്കുന്ന തേയിലത്തോട്ടവും തണുത്ത കാറ്റ് വീശിയടിക്കുന്ന കുന്നും താഴ്വാരങ്ങളും അഗസ്ത്യ മലനിരകളുടെ കാഴ്ചയും ബോണക്കാട് എന്ന കൊച്ചു ഗ്രാമത്തെ കൂടുതൽ സുന്ദരിയാക്കുന്നു. അവിടെ കാട്ടിനുള്ളിൽ ഒരേ സമയം ഭീതി ഉയർത്തുന്നതും ത്രസിപ്പിക്കുന്നതുമായ കഥകൾ ഉറങ്ങുന്ന നിഗൂഢമായ ബംഗ്ലാവ്, അതാണ് 25 GB ബംഗ്ലാവ്. വിജനമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ മറ്റേത് സ്ഥലത്തെന്നുമെന്ന പോലെ ബോണക്കാട്ടെ ഈ നിഗൂഢ ബംഗ്ലാവിനെ കുറിച്ചും ഞെട്ടിപ്പിക്കുന്നതും ഭീതിയുണർത്തുന്നതുമായ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പ്രേതകഥ. എസ്റ്റേറ്റ് മാനേജർ ആയിരുന്ന ഒരു സായിപ്പിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രേതകഥ പ്രചരിക്കുന്നത്. വെള്ളക്കാരാണ് ഈ പ്രദേശത്ത് തേയില കൃഷി ചെയ്തത്. വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർക്ക് കുടുംബസമേതം താമസിക്കാനായി 1951 ഈ ബംഗ്ലാവ് പണിതതെന്നാണ് ചിലർ പറയുന്നത്. താമസം തുടങ്ങി വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. മരണകാരണം അറിയില്ലെങ്കിലും മകളുടെ വേർപാട് സായിപ്പിന് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭാര്യയോടൊപ്പം സായിപ്പ് ലണ്ടനിലേക്ക് തിരിച്ചുപോയി. പിന്നീട് അവിടെ താമസിച്ചവരും നാട്ടുകാരുമെല്ലാം പലപ്പോഴായി ബംഗ്ലാവിൽ ഒരു പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഥ. കുട്ടിയുടെ കരച്ചിലും നിലവിളികളും ജനൽ ചില്ലുകൾ തകർന്ന ശബ്ദവും അവിടെ കേൾക്കാറുണ്ടത്രേ. ബംഗ്ലാവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. വിറക് ശേഖരിക്കാനായി ഈ ബംഗ്ലാവിലെത്തിയ ഒരു നാടൻ പെൺകുട്ടിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായി. എഴുതാനും വായിക്കാനും അറിയാത്ത പെൺകുട്ടി പെട്ടെന്ന് സ്ഫുടമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഈ കുട്ടി അധികകാലം ജീവിച്ചിരുന്നില്ല എന്നുമുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ കഥകൾക്ക് പിന്നിലെ സത്യം എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൊഴിലാളി സമരത്തെ തുടർന്ന് തോട്ടവും തേയില ഫാക്ടറിയും പൂട്ടിയതോടെ ബംഗ്ലാവും നശിച്ചു. ഇന്ന് പേരിൽ മാത്രമാണ് ബംഗ്ലാവ് ഉള്ളത്. ഈ പറയുന്ന കഥകളൊന്നും നാട്ടുകാർക്ക് അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ബംഗ്ലാവ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്നും നാട്ടുകാർ പറയുന്നു. വിദേശികളായ ജോണി ബ്രൗൺ എന്നിവർ മാനേജറായിരുന്ന കാലത്താണ് ഈ ബംഗ്ലാവ് പണി കഴിപ്പിച്ചതെന്നും പറയുന്നവരുണ്ട്. 1961-62 കാലത്ത് നിർമ്മിച്ച ബംഗ്ലാവിൽ കുടുംബസമേതമോ കഥകളിലേതുപോലെ ഒരു പെൺകുട്ടിയോ താമസിച്ചിട്ടില്ല എന്നും ചിലർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബംഗ്ലാവിന്റെ പേര് 25 GB എന്നല്ല. ബംഗ്ലാവിന്റെ ഗേറ്റിനടുത്തുള്ള ഒരു ഫലകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ബംഗ്ലാവിന്റെ പേര് ഇത്തരത്തിൽ പ്രചരിച്ചത്. ബംഗ്ലാവിന്റെ യഥാർത്ഥ പേര് B2 എന്നാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ബംഗ്ലാവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ പല വ്ലോഗർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പങ്കുവച്ചിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇന്ന് ഇവിടം സന്ദർശിക്കാനായി സുഹൃത്തുക്കൾക്കൊപ്പം കുടുംബത്തോടൊപ്പവും എല്ലാം എത്തുന്നത്. ഇവിടേക്ക് പ്രവേശിക്കാൻ വനംവകുപ്പിന്റെ അനുമതി ആവശ്യമാണ്.